പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സേഫായിട്ട് പരിപാലിക്കുന്നല്ലോ. എല്ലാറ്റിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞാനൊരു 2 വീക്സ് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ലാസ്റ്റ് വീക്ക്, ഫ്രം മൺഡേ ത്രൂ സൺഡേ, ദ ലാസ്റ്റ് വീക്ക് ഓഫ് ദ മിനിസ്ട്രി ഓഫ് അവർ ലോർഡ് ജീസസ്, അതിനെ സംബന്ധിച്ച് ഞാൻ മറ്റ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ആ ശുശ്രൂഷ മൺഡേയിൽ എങ്ങനെയായിരുന്നു, ട്യൂസ്ഡേയിൽ എങ്ങനെയായിരുന്നു എന്ന് ഞാനൊരു പഠനം നടത്തിയിരുന്നു. മൺഡേ, പാം സൺഡേ പറയുന്നില്ല, ദെൻ മൺഡേ ത്രൂ നെക്സ്റ്റ് റിസറക്ഷൻ ഡേ, സൺഡേ. പാം സൺഡേയുടെ കാര്യം പറയാനായിട്ട് അത് അല്പം എഴുതിയാൽ തീരത്തില്ല. അത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പവർ പോയിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളിത് കാണിക്കുക. ആവശ്യക്കാരനോട് ചോദിച്ചാൽ അതിൻ്റെ ഹാർഡ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? പാഷൻ വീക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. മൺഡേയിൽ എന്തായിരുന്നു നിങ്ങളൊന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഒത്തിരി റെഫറൻസ് ഉണ്ട്. I can see there. നിങ്ങൾ കണ്ട മൺഡേയിൽ ഇത്രയും കാര്യമാണെന്ന് നടന്നത്. ഇത് തിരുവഴുത്ത് എത്ര കൃത്യമായിട്ടാണ് അത് ഓർഡർ ചെയ്തേക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നത്. മൺഡേയിൽ ഇത്രയും കാര്യം അവിടെ നടക്കുന്നു. ട്യൂസ്ഡേയിൽ നിന്നിടാം. ട്യൂസ്ഡേയിൽ ആ ഫിഗ് ട്രീയെ വെച്ച് കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. കർത്താവ് ടെമ്പിളിൽ പോയി പഠിപ്പിക്കുന്നു. കർത്താവ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവരെന്നെ അവിടെ പ്രത്യേക ഒരു വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു, അവരെന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടും. അവിടെ കൊണ്ട് തീരുന്നില്ല, ഐ വിൽ റേസ് ഫ്രം ദ ഡെഡ്. അങ്ങനെ പറഞ്ഞാണ് എല്ലാ പ്രഡിക്ഷനും കർത്താവ് നിർത്തുന്നത്. ട്യൂസ്ഡേയിൽ ആ കാര്യം നടക്കുന്നു. വെനസ്ഡേയിലെ നോക്കി, വെനസ്ഡേ ആ പഠിപ്പിക്കൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ പ്രധാനപ്പെട്ട ആ പഠിപ്പിക്കൽ അവിടെ നടത്തിയിട്ട് അപ്പോഴാണ് സൻഹെഡ്രിൻ കർത്താവിനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നോക്കുന്നു. ഇനിയാണ് ഫ്രൈഡേ, തേഴ്സ്ഡേ ഈ നിങ്ങൾ കണ്ടോ, ആ പാസ് ഓവറിനായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നു. അവിടെ കർത്താവ് വാസ്തവത്തിൽ അന്ന് വൈകിട്ടാണ്, ആ തേഴ്സ്ഡേ വൈകിട്ടാണ് ലോർഡ്സ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഓർഡർ കണ്ടോ. ഇനി ഫ്രൈഡേ ആണ് മെയിൻ ഇവൻ്റ് മുഴുവൻ നടക്കുന്നത്. ട്യൂസ്ഡേ സെക്കൻഡ് പാർട്ടൊന്നും നിങ്ങൾക്ക് എനിക്ക് മൊത്തം പറയാനായിട്ട് സമയമില്ല. ഫ്രൈഡേ നിങ്ങൾ നോക്കിയേ, ട്യൂസ്ഡേ ആണ് ഏറ്റവും കൂടുതൽ കാര്യം അവിടെ നടക്കുന്നത്. പല കാര്യങ്ങൾ അവിടെ കർത്താവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവസാന ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി. ഫ്രൈഡേയിൽ വിഡ്ര ചെയ്യുന്നു, കർത്താവ് പിടിക്കപ്പെടുന്നു, കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ ആ ഫ്രൈഡേയിലാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ട്രൂലി മനുഷ്യനായ കർത്താവിൻ്റെ ആ ഒരാഴ്ച എങ്ങനായിരുന്നുവെന്ന് ഈ 4 ഗോസ്പൽ റൈറ്റേഴ്സ് എഴുതിയേക്കുകയാണ്. ഫ്രൈഡേ നിരവധി കാര്യങ്ങൾ അവസാന അധ്യായങ്ങളിൽ കർത്താവ് ചെയ്തതായിട്ട് വിവരിച്ചേക്കുന്നു. സാറ്റർഡേയിൽ ഒരു കാര്യമേ നടക്കുന്നുള്ളൂ. എന്താണ്? ദ ചീഫ് പ്രീസ്റ്റ് ആൻഡ് ഫാരിസീസ് പ്ലേസ് ഗാഡ് അറ്റ് ദ ടോംബ്. ഈ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും, അതുകൊണ്ട് കഴിയുന്നിടത്തോളം എന്ത് ചെയ്യണം, സോൾജിയേഴ്സിനെ കൊണ്ട്. സാറ്റർഡേ ഒറ്റ കാര്യമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നടന്നിട്ടുള്ളൂ. സൺഡേയിൽ കർത്താവിൻ്റെ അപ്പിയറൻസസ് ആണ്. ആ ഉയർത്തെഴുന്നേറ്റ് എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് ആ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് തന്നേക്കുന്നത് കണ്ടോ. ഇത് ഈ ഓൺലൈനിലൂടെ കേട്ട ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞ് എൻ്റെ നോട്ട് തരണമെന്ന്. നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഇത് വായിക്കണം. എന്നാൽ മാത്രമേ തരത്തുള്ളൂ. അല്ലാതെ ഇത് കിട്ടിയിട്ട് വായിക്കാതിരിക്കരുത്. കാരണം ഒത്തിരി ഹാർഡ് വർക്ക് പലർക്കും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിത് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. തൽക്കാലം നമുക്ക് പാഷൻ വീക്ക് അവിടെ നിർത്താം. നമുക്ക് തിരുവെഴുത്തിലേക്ക് കടന്നു വരാം. സെക്കൻഡ് കൊരിന്ത്യൻസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് 7 വേഴ്സസ് ഓഫ് ചാപ്റ്റർ 4 വളരെ ശ്രദ്ധയോടെ കേൾക്കണം.
അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. വേഴ്സ് നമ്പർ 7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. 7 വാക്യം മാത്രം ഒന്ന് വായിക്കാം. വാസ്തവത്തിൽ ആ ഒരു ഭാഗം 4 അധ്യായം 1 മുതൽ 7 വരെ, പ്രത്യേകിച്ച് എൻ്റെ കുറിവാക്യം വേഴ്സ് നമ്പർ 7 ആണ്. ആ ഒരു വാക്യം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 3-ാമത്തെ അധ്യായം കംപ്ലീറ്റ് വായിക്കണം. 3-ാമത്തെ അധ്യായം കംപ്ലീറ്റ് വായിച്ചാൽ മാത്രമേ 4-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മൂന്നാം അധ്യായത്തിനകത്ത് വളരെ പ്രാധാന്യതയുള്ള ഒരു ന്യൂ കവനന്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ എന്ന് പറഞ്ഞ് വളരെ ആധികാരികമായി ദൈവവചനത്തിൻ്റെ ഗോസ്പലിൻ്റെ പ്രാധാന്യത പരിശുദ്ധാത്മാവ് 4-ാം അധ്യായത്തിൽ എഴുതുകയാണ്. നിങ്ങൾ ഞാൻ എല്ലാ സൺഡേയിലും പറയുന്ന പോലെ അൺഡിവൈഡഡ് അറ്റൻഷൻ വേണം, വളരെ ശ്രദ്ധയോടിരിക്കണം. ഞാനൊരു 2-3 വാക്യങ്ങൾ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെയും വളരെ സത്യസന്ധതയോടെ ഈ വാക്യങ്ങളിൽ നിന്ന് അത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ 4-ാം അധ്യായത്തിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാനൊരു മൺപാത്രമാണ് എന്നല്ലേ 7-ാം അധ്യായത്തിൽ വായിച്ചത്. ഞാനൊരു മൺപാത്രമാണ്, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചതാണ്, ഞാൻ ട്രൂത്ത് പറയുന്ന ഒരു അപ്പോസ്തലനാണ് എന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. ക്ലേപ്പോട്ട് എന്നാണോ 4-7? ക്ലേപ്പോട്ട്. അതാണ് ആ വാക്ക്, ക്ലേപ്പോട്ട്, മൺപാത്രങ്ങളിലെ നിക്ഷേപം. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം ഇതിലേക്ക് വരാനായിട്ട്. നോക്കൂ, അതായത് പോളിനെ ഞാൻ കഴിഞ്ഞ സൺഡേ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ശുശ്രൂഷകൻ ഏറ്റവും അധികം വേദനിച്ചിരിക്കുന്ന ലെറ്റർ ഏതാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യൻസ് വായിച്ചാൽ മതി. വേറെ ഒരു എപ്പിസോഡിലും തൻ്റെ പ്രയാസത്തെ പറ്റിയോ കഷ്ടതയെപ്പറ്റിയോ അങ്ങനെ പോൾ പറയുന്നേയില്ല. പക്ഷേ ഈ 2 കൊരിന്ത്യൻസ് അർത്ഥാൽ കൊരിന്ത്യ സഭ ഏതെല്ലാം നിലയിൽ ആ ശുശ്രൂഷകനെ ആക്രമിക്കാവോ ആ നിലയിലെല്ലാം ആക്രമിച്ചു. അതിൻ്റെ നടുവിൽ വേദനയോടെ കണ്ണുനീരോടെ എഴുതുന്ന വാക്യങ്ങളാണ് 2 കൊരിന്ത്യൻസ്. ഒന്നര വർഷം ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു.
വളരെ കഷ്ടപ്പെട്ട് വേല ചെയ്ത ഒരാളാണ്. പക്ഷേ വളരെ വേദനപ്പെട്ട് കരഞ്ഞ് ഒടുവിൽ പോളിൻ്റെ ഏറ്റവും വേദനയുള്ളൊരു വാക്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ച് നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ എന്നൊരു വാക്യം ചാപ്റ്റർ 12 or 13 ഞാൻ നിങ്ങളെ വളരെ സ്നേഹിച്ചു, പക്ഷേ നിങ്ങൾ എന്നോട് വളരെ കുറച്ച് മാത്രമാണ് സ്നേഹിക്കുന്നത്. വളരെ വേദനയോടെ പോൾ പറയുന്നൊരു വാക്യമാണ്. ഐ ഫോർഗോട്ട് ദ റെഫറൻസ്. സ്നേഹിക്കുന്നേ ഇല്ല, വളരെ വേദനയോടെ എഴുതി നിർത്തുന്ന ഒരു ലേഖനം. ദുരുപദേശക്കാരായിട്ടുള്ള കുറച്ച് ആളുകളാണ് തന്നോട് ഇത്ര ഉപദ്രവം ചെയ്യുന്നത്. 3 നിലയിൽ തന്നെ ആക്രമിക്കുന്നുണ്ട്. 1 ക്യാരക്ടറിനെ ആക്രമിക്കുന്നുണ്ട്, 2 പേഴ്സണാലിറ്റി ആക്രമിക്കുന്നുണ്ട്, 3 തിയോളജി ആക്രമിക്കുന്നുണ്ട്. He was attacked by in his character, his personality, and also his theology were all attacked by these church members. ഇതിനകത്ത് ഒരു തന്നെ ആക്രമിക്കുന്നൊരു വാക്യം ഉണ്ട്. 10:10 ചാപ്റ്റർ 10 വേഴ്സ് 10 നിങ്ങളൊന്ന് നോക്കിയേ. ചാപ്റ്റർ 10 വേഴ്സ് 10 ഈ 2 Corinthians തന്നെ 10 വേഴ്സ് 10. 2 Corinthians chapter 10 verse 10 we can see, for they say his letters are weighty and strong, but his personal presence is unimpressive and his speech contemptible. നിങ്ങൾ കണ്ടോ, ലേഖനമൊക്കെ വളരെ സ്ട്രോങ് ഡീപ്പാണ്, പക്ഷേ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്കും ഇല്ല. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേൾക്കാനും കൊള്ളുകയില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. ഞാനൊരു കമൻട്രി വായിച്ചത് നിങ്ങളോട് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക. ഒരാൾ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു ആർ ഹാൻസം, even if you can't communicate, people can just enjoy looking. One person. And if you are ugly but can communicate, they will enjoy listening. But if you are ugly and can't communicate, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ട്, കണ്ടാൽ കൊള്ളുക, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ചിരിക്കും, ശരിയല്ലേ? ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ മേല, പക്ഷെ ആളെ കണ്ട നല്ല ആൻസറാണ്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. കണ്ടാലും കൊള്ളുകയില്ല, മിണ്ടാനും അറിയാൻ മേലെങ്കിലോ? സത്യം പറഞ്ഞാൽ ആ ഒരു അങ്ങനല്ലേ ഈ വാക്യത്തിനെ നമ്മൾ നോക്കണ്ടേ? ശരീരസന്നിധി നിന്ദ്യം, വാക്കിൽ യാതൊരു. ഇതിൽ കൂടുതൽ ഒരാളെ എങ്ങനെയാണ് ആക്രമിക്കുന്നത്? ഇത്രയും വേദനിപ്പിച്ച ഒരു സഭ വളരെ വേദനയോടെ എഴുതുന്ന ഈ ലേഖനം. The church is attacking Paul so badly. We can see one example in 2 Corinthians chapter 10 verse 10. He is saying that the church people are saying that his letters are weighty and strong, but his personal presence is unimpressive and his speech is contemptible. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചേ, തന്നെ കൊള്ളുകയില്ല, തൻ്റെ വാക്കുകൾക്ക് ക്ലാരിറ്റി ഇല്ല, പേഴ്സണാലിറ്റി ഇല്ല, ക്യാരക്ടറിനെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി അബ്യൂസ് ചെയ്യുന്നുണ്ട്, തൻ്റെ ഡോക്ട്രിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്, എല്ലാ നിലയിലും കഷ്ടം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തൻ്റെ ആദ്യത്തെ വരികൾ നിങ്ങൾ കണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. Hallelujah. A man of God who was attacked in his character, his personality and his theology, but still that person was writing with a strongly, he was writing that his apostolic ministry was received by mercy. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും ആ 3-4 അധ്യായത്തിലേക്ക് കണ്ടു നോക്കണം. ചാപ്റ്റർ 3 and 4 എന്താ കരുണ ലഭിച്ചിട്ടുണ്ടായ ശുശ്രൂഷ? അത് പറഞ്ഞിട്ട് വേണം എനിക്ക് താഴോട്ട് വിവരിക്കാൻ. എന്താ ആ ശുശ്രൂഷ? What is this ministry which is received by mercy? അവിടെ പറയുന്ന ആ ശുശ്രൂഷ എന്നുള്ളത് 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ന്യൂ കവനന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന 12 വാക്യങ്ങളുടെ സം ആൻഡ് സബ്സ്റ്റൻസ് ആണ് 4:1 പോൾ പറയുന്നത് കരുണ ലഭിച്ചിട്ടുണ്ടായ ഈ ശുശ്രൂഷ. This ministry he was explaining in chapter 3 verses 4 onwards. Throughout that chapter he is explaining a new covenant. നിങ്ങൾ 6-ാം വാക്യം നോക്കിയേ. ചാപ്റ്റർ 3 verse 6. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷക്കാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ വാക്യം എടുത്ത് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രസംഗം കൊല്ലുന്നു, പരിശുദ്ധാത്മാവ്
നിങ്ങളാരും കേട്ടിട്ടില്ല ആ വാക്യം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? പ്രസംഗം കൊല്ലുന്നു, ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യും. എനിക്കറിയാം, ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. വേണേൽ ആളുകളുടെ പേരൂടെ പറയാം. This verse, actually, verse 6 is badly interpreted. This verse is saying that new covenant, not of the letter, but of the spirit. For the letter kills, but the spirit gives life. People are interpreting that word kills or messages kills, but spirit make life. ഐപിക്കോസുകാർക്ക് തെറ്റരുത്. ഈ അക്ഷരം കൊല്ലുന്നെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്നാണെന്നറിയാമോ? ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഓൾഡ് കവനന്റ്. The letter kills. What it interprets is the covenant, old covenant. ഓൾഡ് ടെസ്റ്റമെന്റിലെ ലോ അനുസരിച്ച് ഒരുവന് പോലും പെർഫെക്ഷനിലെത്താൻ കഴിയില്ല. ഫൈനലി അവൻ തോറ്റുപോകും. അതാണ് അതിന്റെ അർത്ഥം. അക്ഷരം കൊല്ലുന്നു. എന്നാൽ പുതിയ നിയമത്തിൻ്റെതോ ദൈവത്തിന്റെ കരുണയാൽ ആത്മാവ് ജീവിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ ആ ന്യൂ കവനന്റ് ശുശ്രൂഷ നമുക്ക് നിത്യജീവൻ ഉറപ്പ് നൽകുന്നു. ആ വാക്യത്തെ പോള് 2 വാക്കിൽ പറഞ്ഞേക്കുകയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. Hallelujah. The meaning of that verse is, in the Old Testament, the law actually makes us to be killed, or we are unable to follow law completely and to finish our life. So it will kill us. But by the grace of God, the new covenant is purely by His grace and by His mercy, which makes us alive. എന്ന് പറഞ്ഞാൽ the old covenant brought the law, the new covenant gives life. Amen. The old covenant stimulates sin, the new covenant grant righteousness. The old covenant is temporary, the new covenant is permanent. The old covenant offers no hope, the new covenant provides everlasting hope. The old covenant is veiled, the new covenant is clear. The old covenant is centered on ceremony, the new covenant is centered on Christ. The old covenant depends upon the will of man, the new covenant is empowered by the Holy Spirit. The old covenant is superficial, the new covenant is internally transforming. അതാണ് 3-ാം അധ്യായം. ആത്മാവ് ജീവിപ്പിക്കുന്നു, അക്ഷരം എന്ത് ചെയ്യുക? ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ വാക്യത്തിന് അർത്ഥം തെറ്റിയല്ലോ. തെറ്റരുത്. ഇനിയും തെറ്റിയാൽ നിങ്ങൾ അധികം കണക്ക് കർത്താവിനോട് പറയേണ്ടി വരും. Amen. Whenever we read that verse, for the letter kills, but the spirit gives life, we have to think through and understand that the old covenant always kills us, but the new covenant, by His grace and mercy, the spirit gives us life. ഇനി 16-ാമത്തെ 17-ാമത്തെ വാക്യം നോക്കിയ സെയിം അധ്യായത്തിൻ്റെ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത്. ഈ വാക്യമൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളല്ലേ? കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത്. ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ് കസേര എടുത്തുകൊണ്ട് ആളുകൾ ഓടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ അർത്ഥം എന്നറിയാവോ? ഈ വാക്യത്തിൻ്റെ അർത്ഥം, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോൾ ഈസ് കമ്പയറിംഗ് വിത്ത് ഓൾഡ് കവനന്റ് ആൻഡ് ന്യൂ കവനന്റ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ഇംഗ്ലീഷിൽ എങ്ങനെ വായിക്കുന്നത് നോക്കിയേ. Where the spirit of the Lord, there is liberty, meaning complete liberty from sin. ആ പാപത്തിൻ്റെ ആ പഴയ നിയമത്തിലെ പ്രമാണത്തിനകത്ത് പാപം മാറുന്നില്ല. എന്നാൽ ന്യൂ കവനന്റിനകത്ത് കർത്താവിങ്കിലേക്ക് ഒരുവൻ വരുമ്പോൾ അവൻ പൂർണ്ണമായും സ്വതന്ത്രനായിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. Hallelujah. The meaning of these verses are, when we turn to the old covenant, a person is being aware of his sin. The sin is not being removed. But when we approach the new covenant, when a person turns to the Lord, the veil is taken away. He is completely free of sins and he became free. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ Where there is ആ spirit, there ന്യൂ is liberty. കവനന്റിന്റെ കീഴിൽ Amen. വന്ന സകല ആളുകൾക്കും Amen. കർത്താവ് മുഖാന്തരം പൂർണ്ണ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. The meaning of that verse is, when a person approaches with the new covenant or turn towards Lord, Lord will forgive all of our sins and that person will have complete liberty. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വാക്യം എടുത്തിട്ടാണ് വചനത്തിലില്ലാത്ത സകല കാര്യങ്ങളും നമ്മുടെ സ്റ്റേജുകളിൽ കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ട് വേദനിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം, ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാ? ന്യൂ കവനന്റിൻ്റെ കീഴിലേക്ക് കർത്താവുമായിട്ടുള്ള ആ രക്ത ഉടമ്പടി, പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ ചെയ്ത ആ ഉടമ്പടിയുടെ ഭാഗമായ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം.
The meaning is when we approach the throne of grace and when we have redemption through the Son of Christ, then we have complete liberty. Praise the Lord. Hallelujah. ഇത്രയും പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ആ ന്യൂ കവനൻ്റ് എന്താണെന്നൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായല്ലോ. ഇത്രയും പറഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് അടുത്ത വാക്ക് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. That is why he is explaining that. Therefore, since we have this ministry, as we received mercy, we do not lose heart. പ്രിയപ്പെട്ടവരെ, ആ ലൂസ് ഹാർട്ട് എന്നുള്ളത് കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം പോൾ അനുഭവിക്കുന്ന വേദനകളിൽ തൻ്റെ ഹൃദയം തകർന്നു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. Paul was really broken in his heart and he could have completely broken and tired. But there is possibility. അതുപോലെ വേദനയാണ്. തന്നെ പേഴ്സണലി ആക്രമിക്കുന്നു, തൻ്റെ ദൈവവചനത്തെ ആക്രമിക്കുന്നു, തൻ്റെ ക്യാരക്ടറിനെ ആക്രമിക്കുന്നു, തൻ്റെ പേഴ്സണാലിറ്റി ആക്രമിക്കുന്നു. ഏതെല്ലാം നിലയിൽ തകർന്നു പോകാനായിട്ടുള്ള, ഹൃദയം ധൈര്യം പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യം ഉള്ളപ്പോഴും അപ്പോസ്തലൻ പറയുകയാണ്, തകർന്നു പോകാതിരിക്കാൻ കാര്യം കരുണ ലഭിച്ചവരാണ് നമ്മൾ എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് തകർന്നു പോകാത്തത്. He is explaining that even though he has many reasons to be broken and down, he is not losing his heart, because he is saying that by his great mercy he received that mercy and he received this ministry from God. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തേച്ചാൽ മതി, എന്നെ രക്ഷയിലേക്ക് വിളിച്ചത് അവൻ്റെ കരുണയാണ്, എന്നെ ദൈവത്തിങ്കിലേക്ക് വിളിച്ചത് അവൻ്റെ കരുണയാണ്. ഈ ഒരു ബോധ്യം ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ he cannot lose heart. Amen. Whenever we are broken or whenever we are downhearted, at that time we all need to make sure that our calling is from God, and by his grace and mercy we receive this ministry. ഞാൻ ഈ 3:18 പ്രത്യേകിച്ച് 3:18 വായിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ, അവിടുത്തെ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അതൊരു കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ല. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തകപ്രകാരം മാത്രം ആയതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഒരു മഹാപുരോഹിതൻ ഹോളി ഓഫ് ഹോളീസിലേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോയിട്ട് ആ തേജസ് കാണുന്ന പോലെ തന്നെ ഒരു വിവരണമല്ലേ ആ വാക്യത്തിനകത്തുള്ളത്. We can see in verse 8. അല്ല, മറ്റൊരു നിലയിൽ ഞാൻ പറയാം, ആ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ്റെ അടുത്ത് നിന്ന് ഒരുവനൊരു കാഴ്ച കാണാൻ, നമുക്കൊരു കാഴ്ച കാണാൻ ഒരവസരം ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് അതുപോലത്തെ തന്നെ ഒരു കാഴ്ചയാണ് 18-ാം വാക്യത്തിനകത്ത് ഗോസ്പലിൻ്റെ ആ ഗ്ലോറിയെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Amen. In the Old Testament, when a person approaches the Holy of Holies place, when he is approaching that light, that same power here is explaining the glory, the image from glory to glory will be received when there is gospel is preached. Praise the Lord. Hallelujah. അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. Hallelujah. എല്ലാവർക്കും കരുണ ലഭിച്ചവരല്ലേ? Amen. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ കരുണ ലഭിച്ചവരല്ലേ? അനുദിന ജീവിതത്തിൽ കരുണ ലഭിച്ചവരല്ലേ? ഏതെല്ലാം മാർഗങ്ങളിൽ തകർന്നു പോകാമായിരുന്നു, ഏതെല്ലാം മാർഗങ്ങളിൽ ഹൃദയം ലൂസാകാമായിരുന്നു, പക്ഷേ അപ്പോഴും നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ആ ലഭിച്ച കരുണയുടെ വലിപ്പം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നും കർത്താവിനെ സേവിക്കുന്നത്. Hallelujah. We all are sitting here in this time period also because we are not losing our heart whenever we are tortured, whenever we are attacked, whenever we are perplexed, because of the great mercy which we received, and that is the reason we are still here and receiving the word of God. When you understand that, Hallelujah. your salvation and your calling is a mercy. Amen. You will overwhelmed with gratitude. Amen. Hallelujah. Amen. Stotram. Praise the Lord. Praise the Lord. Hallelujah. 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 കരുണ ലഭിച്ചിട്ട് തന്നെ ആക്രമിച്ച് ഏതെല്ലാം നിലയിൽ ഉപദ്രവിക്കാമോ അങ്ങനെല്ലാം ഉപദ്രവിക്കുമ്പം അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട്
ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. Amen. Therefore, the apostle here explained that even though he was attacked so badly from this church, he was not losing his heart. He is not giving up his hope, because he is assuring that we received this ministry by his grace and mercy. 3-ാം അധ്യായത്തെ മുഴുവൻ ഒറ്റ വാക്യത്തിൽ സമ്മറൈസ് ചെയ്തേക്കാണ്, കരുണ ലഭിച്ചിട്ടുണ്ടായ ശുശ്രൂഷ. Amen. The whole chapter of 3 is summarized with this verse, this ministry as we received with mercy. ഈ ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴേലും ടൈം കിട്ടുമ്പം 2 തിമോത്തി ചാപ്റ്റർ 4 വായിക്കണം, 1 മുതൽ വായിക്കണം. അവിടെ തന്നെ വിട്ടുപോയ ആളുകളുടെ ലിസ്റ്റ് കാണാം. അവരെന്നെ വിട്ടുപോയി, ആസ്യക്കാരെന്നെ വിട്ടുപോയി, ചില ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരെന്നെ വിട്ടുപോയി. 4-ാം അധ്യായത്തിനകത്ത് ഒരു ഗ്രൂപ്പ് തനിക്കെതിരാകുന്നു. അപ്പോഴും താൻ നിൽക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? കരുണ ലഭിച്ചത് കൊണ്ടാണ്, ഈ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അന്ന് വരെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിന്നത്. Till his end of the lifetime, Paul stood firmly. We can see that example very clearly. If you are interested, go and read 2 Timothy chapter 4. In that chapter, he was explaining certain people, they left him. How did they torture him? How did they trouble him? At that time also, he stood strong. ഇനി 2-ാം വാക്യം നോക്കിയാൽ 4:2. അവിടെ പോൾ ഇത്രേ ആക്രമണം ഉണ്ടായിട്ടും എത്ര വിശ്വസ്തനായിട്ടാണ് ജീവിച്ചത് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയത്തിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും മാറ്റി നിർത്തുന്നെങ്കിൽ, ആരെങ്കിലും നമ്മളെ അകറ്റി നിർത്തുന്നെങ്കിൽ, 2-ാം വാക്യം നമുക്ക് മാതൃകയാണ്. ഒരു ദുരുപയോഗവും നമ്മൾ പ്രയോഗിക്കണ്ട. ബി ഓണസ്റ്റ്, എപ്പോഴും ബി ഓണസ്റ്റ്. If anybody wants to attack us, or if anyone wants to torture us, if you want to stand and remain faithful, please read that verse, chapter 4, verse 2, and be honest. വാക്യം നോക്കിയേ. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടച്ചേർക്കാതെയും. വാക്കുണ്ടോ? ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് പറഞ്ഞാലേ, പോൾ പറയാ, എനിക്ക് 2 ലൈഫില്ല, ഒരു ലൈഫേ ഉള്ളൂ. അതെല്ലാവരും അറിഞ്ഞാലും ദൈവരാജ്യത്തിന് ആ ലൈഫ് കൊണ്ട് ഗുണം മാത്രമേ. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഉപദേശിമാരെന്തെല്ലാം ഉപായമാണ് പ്രയോഗിക്കുന്നതെന്ന് അറിയാമോ? Paul was explaining here that I am renouncing all things, and he is saying that I do not have double life. I have only one life, and it is plain to everyone. And he is saying that I'm not adulterating the word with any craftiness. ഈ 2-ാം വാക്യം വായിക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനൊരു ഗ്രൂപ്പ് ആ ചർച്ചിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കണം. When we read that verse 2, we can believe that there is a group with such character in that Corinthian church. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാം ന്യൂ കവനന്റിന്റെ കീഴിലെ ശുശ്രൂഷകന്മാരാണ്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട സകല ആളുകളും അതിന്റെ പങ്കാളിത്തമുള്ളവരാണ്. അതുകൊണ്ട് ഡു നോട്ട് ലൂസ് ഹാർട്ട്. ഒരു കാരണവശാലും ആ ശുശ്രൂഷ വിജയിക്കാൻ വേണ്ടി ഉപായം പ്രയോഗിക്കരുത്. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. ദൈവവചനത്തോട് ഒരു കാരണവശാലും കൂട്ടുചേർക്കരുത്. Those who are sitting here in this congregation, and also those who are listening me, whenever you do anything for the glory of God, do not adulterate it. Do not do anything of craftiness or any unwanted adulterating word. You do not add anything to it. Be honest. പരിചയമുള്ളൊരു വാക്യം, ദൈവവചനം എന്ന മായമില്ലാത്ത, അവിടുത്തെ ആ വാക്ക് അൺഅഡൾട്ടറേറ്റഡ് അല്ലേ, മായമില്ലാത്ത. ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിളാണ്. പീറ്റർ അന്ന് എഴുതി, ദൈവവചനം എന്ന മായമില്ലാത്ത പാല് വേണം എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനോട് കൂട്ടുചേർക്കുന്ന ഒന്നും നമ്മൾ കഴിക്കരുത്, കുടിക്കരുത്. അതിൻ്റെ പുറകെ നമ്മൾ എന്ത് ചെയ്യരുത്, പോകരുത്. നഷ്ടമായിരിക്കും നമുക്ക്.
Peter actually wrote a verse like that. We have to crave for pure milk, unadulterated milk. That means pure word. You always crave and go after pure word of God, and do not ever run after adulterated word of God. ഇന്ന് മായം ചേർത്ത പ്രസംഗം ഉണ്ട്. അതിനേക്കാൾ അപകടം എന്നാണെന്നറിയാമോ? ചില യോഗത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വചനം മായം ചേർത്തു എന്ന് മാത്രമല്ല, ഇന്ന് പലരുടെയും പ്രസംഗത്തിനകത്ത് വചനമേ ഇല്ല, ഫുള്ള് മായമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായോ? അന്ന് മായം കൂട്ടി മിക്സായിരുന്നു, ഇന്ന് വചനമേ ഇല്ല, ഫുൾ എന്ത് ചെയ്യുക? മായമാണ്. എന്നാൽ പോൾ പറഞ്ഞ വാക്ക് കണ്ടോ? കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ക്രൈസിസ് വന്നിട്ടും താഴോട്ട് നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ 8, 9, 10 വായിച്ചാൽ മതി. വീണ് കിടന്നാലും തളർന്നു പോകുന്നില്ല, കഷ്ടപ്പെട്ടാലും തീർന്നു പോകുന്നില്ല. അങ്ങനത്തെ ചില വാക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ഇതെല്ലാം ദൈവകൃപയുള്ളത് കൊണ്ട്, മേഴ്സി ആയതുകൊണ്ട് ഞങ്ങൾ നിലനിൽക്കുകയാണ് എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്. Here in this chapter 4, he is explaining that how much he was affected. We can see in verses 9 and 10, he was explaining everything. Though they were being crushed or perplexed or affected or attacked, but still he was explaining that since we received mercy, we are not losing our heart. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുക എന്നുള്ളതിൻ്റെ ഒറിജിനൽ വേർഡ് വൈനകത്ത് വാട്ടർ കലർത്തി വിൽക്കുന്ന അന്നത്തെ ഒരു കൊരിന്ത്യൻ കൾച്ചർ ഉണ്ടായിരുന്നു, ആളുകളെ കളിപ്പിക്കാനായിട്ട്. ആ സെയിം വേർഡാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. കണ്ടാൽ ഒറിജിനലായിട്ടിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചോണം. ദൈവവചനത്തെ കൂട്ടിച്ചേർക്കരുത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സെയിം ബുക്ക് ചാപ്റ്റർ 2 വേഴ്സ് 17 നിങ്ങൾ വായിച്ചു നോക്കിയേ. 2 വേഴ്സ് 17 ഇങ്ങനെ വായിക്കുന്നേ: ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോട് ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. വാക്യം കണ്ടോ? 2:17. We can see that many people were peddling the word of God, and Paul was explaining in chapter 2 verse 17, but we are not like many peddling the word of God, but as from sincerity, but as from God, we speak in Christ in the sight of God. ആ പെഡിലിംഗ് എന്നുള്ള വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഹക്സ്റ്റേഴ്സ്, കോൺമെൻ, ഷാർലറ്റൻസ്, ഫ്രോഡ്, അങ്ങനെ നിരവധി വാക്കുകൾ ആ ഒരു പദത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും അവിടെ. That phrase, that peddling, we can have many synonyms like corrupting or destroying or distracting. We can see a lot of. അടുത്ത വാക്ക് കണ്ടോ? കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ എന്ന് പറഞ്ഞാൽ, അവിടെ ആ സകല മനുഷ്യരുടെയും ദൈവസന്നിധിയിൽ സകല മനുഷ്യരെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബിലീവേഴ്സ്. ട്രൂത്ത് പറയുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്കത് മനസ്സിലാകും. അവരുടെ മുന്നിൽ ഞങ്ങൾ കറയില്ലാത്തവരാണ് എന്ന് അപ്പോസ്തലൻ തെളിയിക്കുകയാണ്. ഏത് ചർച്ചിലെ അവസ്ഥ ഇതുതന്നെയാണ്. ട്രൂത്ത് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ മാത്രമേ അതിൽ എൻജോയ് ചെയ്യുന്നുള്ളൂ. കാര്യം എന്നാണെന്നറിയാമോ? അവർ ദൈവസന്നിധിയിലെ ദൈവമക്കളായതുകൊണ്ടാണ്. Amen. Here he is speaking the truth. Whenever truth is being preached in any churches, there will always be two groups. So here he is saying that I am speaking out of honesty. ഇനിയും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വിശദമാക്കാനായിട്ട് എനിക്ക് സമയമില്ല. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു ഏതാ ന്യൂ കവനൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. വായിച്ചാട്ടോ? We can see in verses 3 and 4, in whose case the God of this world has blinded the minds of the unbelieving, so that they might not see the light of the gospel of the glory of Christ, who is the image of God. പ്രിയപ്പെട്ടവരെ, മരിച്ചിരിക്കുന്ന അകക്കണ്ണ് കുരുടായിരിക്കുന്ന ആളുകളോട് നമ്മൾ എത്ര എലക്വൻ്റായിട്ട് പ്രസംഗിച്ചിട്ടും ഒരു കാര്യമില്ല. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? Amen. If a person is dead, how eloquent we preach or teach or tell them, that there is no use for it. എത്ര തേജസ്സേറിയ ഗോസ്പലാണെങ്കിലും ബ്ലൈൻഡ് ആയവരോട് തേജസിന്റെ കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യല? A blind person cannot see whatever the glory we explain. Always the result of preaching depends on God and God alone. Amen. Hallelujah. എല്ലാവരും ഓർത്തോണം. Hallelujah.
നമ്മളെത്ര ക്ലവറായിട്ട് കർത്താവിന് വേണ്ടി കാര്യം ചെയ്താലും അത് നടക്കണമെന്നില്ല. കാര്യം ഡെഡാണ് അവര് റോക്കെന്നാണ് അവരെ വിളിച്ചേക്കുന്നത്. അവർ ബ്ലൈൻഡാണ്, തേജസ് ഉള്ളതാണ്, ഏറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. ഇത് റിസൾട്ട് ഓഫ് ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ഗോഡ്. Amen. The result of a preaching is always depending upon God and God alone. No matter how will you preach the gospel, no matter. Amen, amen. It doesn't matter how well you preach or teach it, everything is purely dependent upon God. ഈ വിത്ത് വിതയ്ക്കുന്നയാൾക്ക് വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു? The sower who sow the seed doesn't need much qualification. പക്ഷേ നിലം നല്ലപോലെ കർത്താവ് ഉഴുതു തന്നാൽ മാത്രമേ ഈ പ്രസംഗം കൊണ്ട് ഇതന്നെ ഒന്നും മനസ്സിലാകാത്ത പോലെ But the field should be well prepared to receive the seed. എനിക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഒരു സന്തോഷം വേണം. ഇത്രയും വണ്ടി ഓടിച്ച് രാവിലെ വന്നതല്ലേ. Hallelujah. Praise you, Jesus. എനിക്കറിയാം ഒരാഴ്ച മുഴുവൻ നിങ്ങളെല്ലാവരും ടെൻഷനും കഷ്ടപ്പാടുമുള്ള ജോലിയാണ്. ഇനി ഞായറാഴ്ച അതിനെക്കാട്ടും ടെൻഷനും കഷ്ടപ്പാടും. പക്ഷെ ദിസ് ഈസ് ദ ട്രൂത്ത്. Hallelujah. ഇതിൽ ആനന്ദിക്കണം, ഇതിൽ സന്തോഷിക്കണം. വേദനയും പ്രയാസവും വരുമ്പം കരുണ ലഭിച്ചവരാണ് ഞങ്ങൾ മറ്റവരെ പോലെ എന്താ പറയുക, വചനത്തിൽ കൂട്ടുചേർത്ത് ആളുകളെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരുടെ ഗണത്തിലല്ല. ഞങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. ഞങ്ങളുടെ എലക്വൻസി കൊണ്ടോ ഞങ്ങളുടെ സഭയുടെ ചാനൽ കൊണ്ടോ ഒന്നും ഒരു ഗുണമില്ല. ഓൺലി ഗോഡ് ക്യാൻ ഗിവ് ദ റിസൾട്ട്. Amen. We always understand and acknowledge the fact that not by any of our merits but purely on His grace. എന്ന് പറഞ്ഞാലേ, not the ability of the sower, Amen. not the skill of the sower, Amen. but when a heart opens up, it is just എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഹൃദയം ദൈവം ഓപ്പൺ ആക്കുമ്പോഴാണ് നമ്മുടെ പ്രസംഗം എന്ത് ചെയ്യുന്നത്. Hallelujah. Receive. പ്രസംഗം മാത്രമല്ല, നിങ്ങളുടെ പാട്ടും. Hallelujah. അല്ലെങ്കിൽ ചുമ്മാ ഓളമായിട്ട് പോകത്തെ ഉള്ളൂ. Stotram. അതിൻ്റെ ആ മീനിങ് Hallelujah. അകത്തോട്ട് കയറണമെങ്കിൽ Hallelujah. നിങ്ങളുടെ സൗണ്ട് കൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ല. കർത്താവ് ആ ഹൃദയം ഓപ്പൺ ആക്കിയാൽ മാത്രമേ ആ സൗണ്ട് കൊണ്ട്. Stotram. ക്ലിയർ? Until and unless God opens a person's heart, whether we preach or sing, it is not at all useful. So we all need to have God's mercy to open a heart. നമ്മൾ ആലോചിച്ചാൽ മതി, സ്റ്റേജ് ഭയങ്കര ഫോഗും മൂടി ലൈറ്റും ഫ്ലാഷി ലൈറ്റും ഒക്കെ, പക്ഷെ മുന്നിൽ ഇരിക്കുന്നവരെല്ലാം ബ്ലൈൻഡ് ആണെങ്കിലോ. Just imagine if there is a lot of fog and mist and backgrounds and lights and everything on the stage, but if the audiences, all of the audience are blind, just imagine what is the purpose of this presentation. Always result depend on God. Amen. Always the results are purely depending upon God. Can you say praise the Lord? Amen. Praise the Lord. Praise the Lord. Praise the Lord. മെയിൻ വാക്യത്തിലേക്ക് വന്നില്ല, 7-ാം വാക്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Hallelujah. Stotram. നോക്കൂ, Stotram. 5-ാം വാക്യം, ഞങ്ങളെ തന്നെ വാക്യം എടുത്ത്, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. Amen. എല്ലാ ശുശ്രൂഷകന്മാരും ശുശ്രൂഷയെ സഹായിക്കുന്നവരും പാട്ടുകാരും എല്ലാവരും കേട്ടോണം. Hallelujah. ഞങ്ങളെ തന്നെ എന്ന് പറഞ്ഞാലേ, ഞാൻ മസ്കറ്റിൽ പോയപ്പോൾ എന്നാരും പറയണ്ട എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കിട്ടിയോ? Hallelujah. ഞാൻ കാനഡയിലായിരുന്നപ്പോൾ ഞങ്ങളെ തന്നെ അല്ല, ഒന്നും പറയാനായിട്ടില്ല. Hallelujah. അതിന് തൊട്ടു താഴെയാണ് പോൾ പറഞ്ഞേക്കുന്നത്, മൺപാത്രം അല്ലെ. ഞാൻ ആരാണ്? ഒരു ഉദാഹരണം ഇടയ്ക്ക് കയറി പറയാം. ഈ മൺപാത്രത്തിന് വലിയ വിലയൊന്നും ഇല്ലല്ലേ, വെറും പൈസ കുറഞ്ഞൊരു സാധനമാണ്. Clay pot is very cheap. ഒരാൾ ഉപദേശിമാർ ടൈ കെട്ടുന്നതിനെ പറ്റി, ഞാൻ എപ്പോഴും ടൈ കെട്ടാറുണ്ട്, അതുകൊണ്ട് ഉദാഹരണം നല്ലപോലെ ഉപദേശിമാർ ടൈ കെട്ടുന്നതിനെ പറ്റി പറഞ്ഞൊരു എക്സാമ്പിൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. An example, pastors usually tie not a tie on their neck. നമ്മളെ തിരുവഴുത്ത് വിളിച്ചേക്കുന്ന ക്ലേ പോട്ട് എന്നാണല്ലേ. The scripture is calling us clay pot or earthen vessels. നമ്മൾ ഈ വീട്ടിലെ ക്ലേ പോട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് റിബൺ കെട്ടുകയല്ലേ ചില ആളുകൾ. അത്ര ഉള്ളതെന്നാ പറഞ്ഞു ഉപദേശി ടൈ കെട്ടിയ. ഇച്ചിരി സന്തോഷമായില്ലേ? അത്രേ ഉള്ളൂ.
ഈ പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ക്ലേ പോട്ട് കോൺഫറൻസ് എന്ന് പേരിട്ടാൽ നല്ലതായിരിക്കും. അതിൻ്റെ സത്യമല്ലേ? Amen. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ച് വെറുതെ ആയി പോയോ എന്ന് അപ്പോസ്തലൻ ചോദിച്ചാൽ ആകത്തില്ലല്ലോ. Hallelujah. ഞങ്ങളെ തന്നെയല്ല, Amen. ക്രിസ്തുയേശുവിനെ കർത്താവെന്നും Amen. ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് പറയാൻ പറഞ്ഞയച്ച ദാസന്മാർ മാത്രമാണ്, മേഴ്സി കിട്ടിയവർ മാത്രമാണ്. ഞങ്ങളുടെ പേഴ്സണാലിറ്റിയോ ക്യാരക്ടറോ ഞങ്ങളുടെ തിയോളജി ഒന്നുമല്ല. ഓൾവേസ് റിസൾട്ട് depends on God. Amen. He is saying that though we preach Christ Jesus as Lord, and ourselves, he is saying that we consider as born servants for Jesus' sake, even though we have a character or a personality, or he has his own theology, but still he is not proud about any of these things, but he is considered himself as a born servant. നിങ്ങൾ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നാ പവർഫുൾ വാക്യമാണെന്നറിയാമോ? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം. ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം ഈസ് ദ സിനോണിം ഫോർ ഗോസ്പൽ. 4-ാം വാക്യത്തിൽ വായിച്ച് ഇമേജ് ഓഫ് ഗോഡ് ഈസ് ദ സിനോണിം ഫോർ ഗോസ്പൽ. 6-ാം വാക്യത്തിനകത്ത് ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം ഈസ് ദ സിനോണിം ഫോർ ഗോസ്പൽ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. For God who said, light shall shine out of darkness, is the one who has shone in our hearts to give the light of the knowledge of the glory of God in the face of Christ. എനിക്കത് ഞാൻ വളരെ സമയം സ്പെൻഡ് ചെയ്തൊരു വാക്യമാണത്. ഇങ്ങനെ പറഞ്ഞു വിടാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. വേറെ റെഫറൻസ് ജെനസിസ് 1:3. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. ആ വാക്യം എടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് ഗോസ്പലിൻ്റെ കാര്യം. കമ്പാരിസൺ കണ്ടോ? ഒന്നുമില്ലാതിരുന്ന ഇരുട്ടായിരുന്ന ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇരുട്ടായ മരിച്ചു കിടക്കുന്ന ബ്ലൈൻഡായ ഒരുവനെ നോക്കി അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം വിളങ്ങട്ടെ എന്ന് പറയുന്ന മേഴ്സി മിനിസ്ട്രിയാണ് ഞങ്ങളുടേതെന്നാണ് പോൾ പറഞ്ഞത്. എത്ര കമ്പാരിസൺ കണ്ടോ? ഇരുട്ടിലേക്ക് വെളിച്ചം വരുന്ന പോലെ അതിനേക്കാൾ പവർഫുള്ളായി ആ ഗോസ്പൽ ഒരുവന്റെ അകത്തേക്ക് വരികയാണ്. The power of the gospel. Amen. Here in this verse, the power of the gospel is beautifully explained. He is saying that in the beginning there was void and darkness. At that time, our God said, "Let there be light," and light emancipated all the darkness, and the darkness was gone away forever. Similarly, when a person's heart, when he accepts gospel, the glory of God or the light is illuminating him and giving him the knowledge of the glory of God and in the face of Christ of Jesus. എന്നാ ഒരു കമ്പാരിസണാണ് നിങ്ങൾ കണ്ടോ? Such a beautiful comparison we can see here. ക്രിയേഷനിലേക്ക് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ ക്രിയേറ്റീവ് പവറാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവപരിജ്ഞാനം പ്രകാശിപ്പിക്കാൻ ദൈവം ചെയ്ത്. Amen. Such a good analogy. The creative power in the beginning, what God showed us, that same creative power, when we receive gospel, the same example he is using here. നമ്മൾ ഓർക്കുന്നത് രക്ഷിക്കപ്പെടാൻ നേരത്ത് മാത്രം ഗോസ്പൽ മതി, പിന്നെ ഇവിടെ തൽക്കാലം ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിക്കണമെന്നല്ലേ നമ്മൾ കേട്ടേക്കുന്നത്. രക്ഷിക്കപ്പെടാൻ നേരത്ത് മാത്രം ഗോസ്പൽ, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ജോലിയെല്ലാം നന്നായിട്ട് പോകണം. നോ preach the gospel to yourself every day. Amen. We usually hear that at the time of salvation only gospel is necessary, but no, always every day preach the gospel to yourself and be sanctified. Every day preach the gospel to yourself. Every day preach gospel to ourselves. ആ വാക്യം ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് എത്ര
പവർഫുള്ളായിട്ടാണ് കർത്താവ് അത് ചെയ്യുന്നത്. ഒരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്, ഒരുവനെ രക്ഷയിൽ നിലനിർത്തുന്നത്. ലോകത്തിലേക്ക് വെളിച്ചം വന്ന പോലെ അന്ധകാര നിബിഡമായ പിശാച് കുരുടാക്കിയ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവപ്രകാശം വന്നു. Amen. Light came and removed the darkness in the beginning. And he is showing that example of creation. Similarly, when gospel come into anyone's heart, the darkness of his heart will be removed and he will become a new creation and he will have a carrier of light forever. Salvation is a divine miracle. Amen. It is sovereign miracle. Amen. All result depends on God. Amen. Salvation purely depends upon God. ഇനിയാണ് 7-ാം വാക്യം. ആ ഓർഡർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വന്നേ. Amen. ആ ക്രിയേറ്റീവ് മിറക്കിളാണ് നമ്മൾ ഇന്നിവിടെ ദൈവത്തിൻ്റെ മേഴ്സി അനുഭവിച്ചിരിക്കുന്നത് എന്ന ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് 7-ാം വാക്യം വളരെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നൊരു വാക്യമാണ്. 7-ാം വാക്യം വായിച്ചേ. എങ്കിലും ഈ അത്യന്ത ശക്തി, എന്താ അത്യന്ത ശക്തി പറഞ്ഞു? This is not talking about anointing of the Holy Spirit. Amen. This is not talking about infilling of the Holy Spirit. This is talking about the power of the gospel. Amen. He is explaining that, though he is explaining the surpassing greatness of the power. What is that power? That surpassing greatness of power is speaking of gospel. എങ്കിലും Hallelujah. 6-ാം വാക്യം വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ഭൂമിയിൽ വെളിച്ചം ഉണ്ടാക്കിയ അത്യന്ത ശക്തി. Amen. ആ ശക്തി എൻ്റെ അകത്ത് പുതിയ ഹൃദയം തന്നു. ആ ശക്തിയെ 7-ാം വാക്യത്തിൽ വിളിച്ചേക്കുകയാണ്. എങ്കിലും ഈ അത്യന്ത ശക്തി. Amen. That creative miracle in the beginning, that creative miracle happened inside me, which gave me a new heart. That is what it is called, that we have this treasure in earthen vessel. ഞങ്ങളുടെ സ്വന്തം എന്ന് അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞേ. The surpassing greatness of നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ, നമ്മുടെ ഗുഡ് അപ്പിയറൻസ് കൊണ്ടോ, നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടോ ഇതൊന്നും വേണ്ട. എന്നിട്ട് പോള് തന്നെ പറ്റി പറഞ്ഞേക്കുന്ന വാക്യം ഇതാണ്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഏതാ നിക്ഷേപം? ദ മിനിസ്ട്രി ഓഫ് ദ ഗോസ്പൽ. ഒന്നാമത്തേത് അത്യന്ത ശക്തി, ദ പവർ ഓഫ് ദ ഗോസ്പൽ. ട്രഷർ, ദ മിനിസ്ട്രി ഓഫ് ദ ഗോസ്പൽ. ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്നറിയാമോ? നിലത്ത് കണ്ട നിധി സകലവും വിറ്റുവാങ്ങി ഒരുവനെ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഉപമയിൽ മാത്യു 13 വായിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ആ കണ്ടെയ്നറിനകത്തിരിക്കുന്ന ആ ട്രഷർ എന്നുള്ളത് ഇത് മിനിസ്ട്രി ഓഫ് ദ ഗോസ്പൽ. Amen. He is saying that this treasure in earthen vessel, what is this treasure? This treasure is the gospel. അത്യന്ത ശക്തി. Hallelujah. ഞങ്ങളുടെ സ്വന്തമെന്ന്, അതായത് ഒരാളുടെയും പാട്ടിൻ്റെ ഈണം കേട്ടിട്ടോ, പ്രസംഗകൻ്റെ വാക്ചാതുര്യം കേട്ടിട്ടോ, അവൻ്റെ അറിവ് കേട്ടിട്ടോ ഒരെണ്ണം പോലും കർത്താവിലേക്ക് വരികയില്ല. തമ്പുരാൻ വെളിച്ചം പ്രകാശിച്ചാൽ മാത്രമേ അത്യന്ത ശക്തി അവിടെ വെളിപ്പെടത്തുള്ളൂ. അത് ഞങ്ങളെ പറയാനായിട്ട് ഏൽപ്പിച്ചേക്കുന്ന മൺപാത്രങ്ങൾ മാത്രമാണ്. Amen. This surpassing greatness of the power will not be manifested by the eloquence of a person or the clarity or the clever singing of a person, but only the surpassing greatness of the power will be of God and from God. Praise the Lord. Hallelujah. Still God is looking for a clay pot. Amen. God is always searching and looking for an earthen vessel or a clay pot. ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടോ? ഗോഡ് ഈസ്, ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയതിനകത്ത് അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിലെ സ്കോളേഴ്സ് ആരും ഇല്ലായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ലൈബ്രറി അവിടെയാ, ആരും ഉണ്ടായിരുന്നില്ല. ഏതൻസിലെ ഒരു ഫിലോസഫറും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഫസ്റ്റ് കൊരിന്ത്യൻസ് 1 വായിക്കുന്നത് നോട്ട് മെനി മൈറ്റി, നോട്ട് മെനി നോബിൾ. ദൈവം നമ്മളോട് കരുണ കാണിച്ചു. അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്. God chose the weak. He didn't choose the scholar or a philosopher, but he always chooses the weak. Hallelujah. Hallelujah. മൺപാത്രം അല്ലേ? We are clay pots or earthen vessels.
മൺപാത്രത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഫ്രാജൈൽ, ഫ്രെയിൽ, ഫീബിൾ, ഫ്ലോഡ്, റീപ്ലേസബിൾ, Amen. അല്ലേ? താഴെ വീണാം. അതൊട്ടും കോസ്റ്റ്ലി അല്ല. Amen. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ആ ഒരു നിലവാരത്തിൽ വേണം നമ്മളെ കാണാൻ. Amen. We all need to think that we are just like an earthen vessel which is not at all attractive, not at all costly, not at all essential. നമുക്കൊരു ധാരണയുണ്ട്, ഞാനില്ലെങ്കിൽ സഭ നിൽക്കുകയില്ല. അങ്ങനൊന്നുമില്ല. Do not ever think that if I do not stand strong, the church ഞാൻ will not stand. പ്രസംഗിച്ചില്ലെങ്കിൽ ഐപിക്കോസ് കാണില്ല. കർത്താവിന് വേറെ എത്ര ആൾക്കാർ. ഐ ആം നോട്ട് ഇന്നെവിറ്റബിൾ ഫോർ ഗോഡ്. Amen. No one is inevitable for God. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, All who are sitting in this congregation, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് ഇന്നെവിറ്റബിൾ ഫോർ ഗോഡ്. ആർക്കെങ്കിലും പ്രൈഡ് ഉണ്ടെങ്കിൽ ഓർത്തോണം, ഇത്ര ഓർത്താൽ മതി, ക്ലേ പോട്ടയിൽ റിബൺ കിട്ടിയിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. Amen. Whatever you are entrusted, be faithful in little things. Just think in that way. റോമൻ കത്തോലിക്കര് മാർട്ടിൻ ലൂതറിനെ വിളിച്ച എന്നാന്നറിയാമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം സ്ട്രോങ് ആയപ്പം ഹീസ് പ്രിവി പോട്ട് എന്നാണ് വിളിച്ചത്. പോളിന് പറഞ്ഞത് ക്ലേ പോട്ട് എന്നാണ്. അതിനേക്കാൾ മോശമായ വാക്കാണ് പ്രിവി പോട്ട്. വേസ്റ്റ് കൊണ്ടുവന്ന പാത്രം എന്നാണ് മാർട്ടിൻ ലൂതറിനെ വിളിച്ചത്. മാർട്ടിൻ ലൂതർ പറഞ്ഞ ഉത്തരം കേൾക്കണോ? ഐ ഡിഡ് നത്തിങ് ബട്ട് ദ സ്ക്രിപ്ചർ ഡിഡ് എവറിത്തിങ്. ഞാൻ പ്രസംഗിച്ചിട്ട് കിടന്നുറങ്ങാൻ പോയി, രാവിലെ എഴുന്നേറ്റപ്പോൾ റോമിനെ അല്ലെങ്കിൽ ദൈവവചനം റോമിനെ ചലിപ്പിച്ചെന്നാണ് ലൂതർ പറഞ്ഞത്. ഐ ഡിഡ് നത്തിങ്, ദ വേർഡ് ഡിഡ് എവറിത്തിങ്. Martin Luther also was ridiculed by the congregation, but at that time Martin Luther said, through one of his preaching the whole country got converted. He said that I did nothing, I preached and the gospel did everything. കർത്താവ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമൊന്നല്ല. ഇത് ഈ ട്രഷർ ഒരു വിലയില്ലാത്ത എൻ്റെ അകത്ത് കർത്താവ് എന്ത് ചെയ്തേക്കുക, നിക്ഷേപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. So if you are thinking that you have something, always think in this way: by purely his mercy and grace we received any ministries. ഇനി 16-ാം വാക്യം വായിച്ചു നിർത്തുന്നു, ചാപ്റ്റർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ we never lose our heart. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിൽ ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു. നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്ന് പറഞ്ഞാൽ he is always looking benefit from his suffering. Amen. Praise Lord. തേജസ്സിന്റെ നിത്യഗാനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ട്. he is certain about eternal blessing. Amen. Here the Paul the apostle, he is not losing heart because he is sure of the eternal blessing. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ 2-3 വാക്യം. Yeah, you can go. Hallelujah. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. We all have the freedom. We all received complete freedom from the penalty of sin. Praise the Lord. ആത്മാവ് ജീവിപ്പിക്കുന്നു. We all are under a new covenant. അത്യന്ത ശക്തി. It is the power of the gospel. The treasure is the ministry of the gospel. അതിൻ്റെ ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ ഹൃദയം തളർന്നു പോകരുത്. കാണുന്നതിനെയല്ല, കാണാത്തതിനെ നോക്കി നമുക്ക് ജീവിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തും. ദൈവം നാം വാഴ്ത്തപ്പെടട്ടെ. ഒരു പാട്ടിന് ചില ഇടകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്.